Regional Comprehensive Economic Partnership, RCEP. RCEP എന്ന് പറയുന്നത് ഒരു റീജിയണൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്, റീജിയണൽ FTA. സോ കുറേയധികം രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യാനും ടാക്സ് കുറച്ച് ട്രേഡ് നടത്താനും വേണ്ടിയുള്ള ഒരു എഗ്രിമെൻ്റ്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് RCEPയിൽ 16 കൺട്രീസ് ഉണ്ടാവും എന്നാണ് കരുതിയിരുന്നത്. സോ 10 countries of ASEAN and 6 countries with which ASEAN have existing free trade agreement. So ASEAN 10 രാജ്യങ്ങൾ പ്ലസ് ഇന്ത്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. സോ ഇൻ ടോട്ടൽ 16 countries. പിന്നീട് വന്നപ്പോൾ ഇന്ത്യ ഹാസ് വിഡ്രോൺ ഫ്രം RCEP. RCEPയിൽ നിന്ന് ഇന്ത്യ വിഡ്രോ ചെയ്തു. ആൻഡ് കറൻ്റ്ലി RCEP ഹാസ് 15 countries. And these 15 countries account for 30% of world's population and 30% of global GDP. So അത്ര വലിയ ഒരു റീജിയണൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ് RCEP. ആൻഡ് ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് റീജിയണൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ്. സോ ഇത്രയും വലിയ സാധ്യതയുള്ള ഒരു എഗ്രിമെൻ്റ് ആയിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത് സൈൻ ചെയ്യാതിരുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന RCEP സമ്മിറ്റിൽ 15 രാജ്യങ്ങളും സൈൻ ചെയ്തു, ഇന്ത്യ സൈൻ ചെയ്തില്ല. സോ വൈ ഇന്ത്യ ഹാസ് വിഡ്രോൺ ഫ്രം റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യക്ക് ഈ പറയുന്ന രാജ്യങ്ങളായിട്ടൊക്കെ ട്രേഡ് ഉണ്ട്, വർഷങ്ങളായിട്ട് ട്രേഡ് ഉണ്ട്. ആൻഡ് ഇന്ത്യ ഈസ് ഹാവിങ് എ ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ദീസ് കൺട്രീസ്, മെയിൻലി വിത്ത് ചൈന. ചൈനയുമായിട്ട് ഇന്ത്യ ഈസ് ഹാവിങ് എ ട്രേഡ് ഡെഫിസിറ്റ് ഓഫ് അറൗണ്ട് $48 billion. ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ഈസ് ഹാവിങ് ട്രേഡ് ഡെഫിസിറ്റ്. ASEAനുമായിട്ട് കഴിഞ്ഞ വർഷം വി ഹാവ് എ ട്രേഡ് ഡെഫിസിറ്റ് ഓഫ് -$23 billion, വിത്ത് ചൈന -$48 billion, സൗത്ത് കൊറിയയുമായിട്ട് -10, വിത്ത് ജപ്പാൻ -7.9, ന്യൂസിലൻഡ് -0.14, ഓസ്ട്രേലിയ -6.9. സോ ഓൾറെഡി ഈ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് വി ഹാവ് എ ഡെഫിസിറ്റ്, സർപ്ലസ് അല്ല. ഇനി RCEP പോലുള്ള ഒരു FTA കൂടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ട്രേഡ് ഡെഫിസിറ്റ് കൂടുതൽ നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഈ പറയുന്ന RCEPയിൽ ഒപ്പിടാത്തത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് റീസൺ. ഈ FTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കണോമിക് ഇൻ്റഗ്രേഷൻ പല ലെവൽസ് ഉണ്ട്. അതിലെ സെക്കൻഡ് ലെവലാണ് FTA. സോ ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ. The first level is PTA, Preferential Trade Agreement. PTA എന്ന് പറയും. അതായത് ഒരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ PTA ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയാണോ താരിഫ് ഉള്ളത് അതൊന്ന് കുറയ്ക്കും. ദാറ്റ് ഈസ് PTA. We will reduce the tariff when there is a trade between countries. That is PTA. ഉദാഹരണത്തിന്, സപ്പോസ് ഇന്ത്യ ആൻഡ് ന്യൂസിലൻഡ് ഹാവ് സൈൻഡ് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ്. ദാറ്റ് മീൻസ് ഇന്ത്യ ന്യൂസിലൻഡ് ട്രേഡിൽ സപ്പോസ് ന്യൂസിലൻഡിൽ നിന്ന് ഒരു ഐറ്റം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോസ് താരിഫ് വാസ് 10%. ആഫ്റ്റർ PTA, സപ്പോസ് ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ടു 8%. ദാറ്റ് ഈസ് പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ്, താരിഫ് റിഡക്ഷൻ. ദാറ്റ് ഈസ് PTA. ദ സെക്കൻഡ് ലെവൽ ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഈസ് FTA, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. FTA എന്ന് പറയുമ്പോൾ കുറേ അധികം ഗുഡ്സ് ആൻഡ് സർവീസസിന് താരിഫ് 0 ആയിരിക്കും. വേറെ കുറച്ച് ഗുഡ്സ് ആൻഡ് സർവീസസിന് ദർ വിൽ ബി സ്പെസിഫൈഡ് താരിഫ്. So suppose India is signing an FTA with Japan. So India Japan ട്രേഡിൽ കുറേ അധികമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് ട്രേഡ് താരിഫ് ഉണ്ടാവത്തില്ല. സോ ടാക്സ് ഇല്ലാതെ തന്നെ ഇന്ത്യക്ക് സാധനങ്ങൾ ജപ്പാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഇന്ത്യയിലേക്ക് ജപ്പാനിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം വിത്തൗട്ട് എനി താരിഫ്, വിത്തൗട്ട് എനി ട്രേഡ്. ഇനി വേറെ ചില പ്രൊഡക്ട്സിന് താരിഫ് വെക്കുകയും ചെയ്യാം. ദാറ്റ് ഈസ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. സോ RCEP ഇന്ത്യ സൈൻ ചെയ്യാത്തതിൻ്റെ first reason is because of trade deficit with these countries. രണ്ടാമത്തെ റീസൺ ചൈന RCEPയിൽ ഉണ്ട് എന്നുള്ളതാണ്. ചൈനയുമായിട്ട് ഈ വർഷം തന്നെ ഒരു സ്ട്രാറ്റജിക്കലി ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. സോ ദർ വാസ് മേജർ ചൈനീസ് ആർമി ഇൻട്രൂഷൻ ഇൻ ടു ലഡാക്ക് റീജിയൻ. അതായത് ഗൽവൻ വാലിയിൽ, അതേപോലെ ദൗലത്ത് ബെഗ് ഓൾഡി റോഡിൽ, ആ റീജിയനിൽ, ഹോട്ട് സ്പ്രിങ്സിൽ, ഡോഗ്രയിലൊക്കെ there has been major clash between Indian army and Chinese army. അതുമാത്രമല്ല, ചൈനയുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ഡെഫിസിറ്റ് ഉള്ളത് ഇപ്പോൾ, -$48 billion.
ചൈനയ്ക്ക് ഒരു FTA കൊടുത്തു കഴിഞ്ഞാൽ ചൈന ഇന്ത്യയിലേക്ക് പ്രൊഡക്ട്സ് ഡംപ് ചെയ്യുമോ എന്നുള്ള ഒരു ഇഷ്യൂവും ഇന്ത്യ കാണുന്നുണ്ട്. സോ ചൈനയുമായിട്ട് ഒന്ന് സ്ട്രാറ്റജിക്കലി ഇഷ്യൂ ഉണ്ട്, ഇന്ത്യ ചൈന ബോർഡർ ക്ലാഷ്. രണ്ടാമത്തത് ദ ഡംപിങ് പോളിസി ഓഫ് ചൈന. ചൈന ലാർജ് സ്കെയിലിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ്, ടെലികോം എക്യുപ്മെൻറ്റ്സ് ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യുമോ, ഡൊമസ്റ്റിക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളൊരു ഇഷ്യൂവും ഇന്ത്യ കാണുന്നുണ്ട്. So that is the second reason. Third reason is the possible circumvention of rules of origin. So what is the rules of origin criteria? ഈ രാജ്യങ്ങളൊക്കെ ഒപ്പിടുമ്പം ഈ FTA ഒപ്പിടുമ്പം RCEPയിലുള്ള രാജ്യങ്ങൾ FTA ഒപ്പിടുമ്പോൾ റൂൾസ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറിജിൻ ഏത് രാജ്യമാണ് എന്ന പ്രൊഡക്റ്റിൽ ഉണ്ടാവണം. പക്ഷേ ഇതിൽ ഈ ഇന്ത്യ കാണുന്നൊരു ഇഷ്യൂ, ചൈന ഡയറക്റ്റ്ലി ഇന്ത്യയിലേക്ക് പ്രൊഡക്ട്സ് ഡംപ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ചൈന ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ വേറെ രാജ്യങ്ങൾ വഴി, സൗത്ത് ഈസ്റ്റ് ഏഷ്യ വഴി റീറൂട്ട് ചെയ്ത് പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്ട്ലി ഡംപിങ് ചൈനീസ് പ്രൊഡക്ട്സ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്, ചൈന ക്യാൻ റീറൂട്ട് ദ പ്രൊഡക്ട്സ് ത്രൂ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഫോർ എക്സാമ്പിൾ തായ്ലൻഡ് വഴി അല്ലെങ്കിൽ സിംഗപ്പൂർ വഴി, വിയറ്റ്നാം വഴി വന്നു കഴിഞ്ഞാൽ again that may affect domestic market. So this is the third reason. The fourth reason is auto trigger mechanism. ഓട്ടോ ട്രിഗർ മെക്കാനിസം എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ RCEP ക്ലോസിൽ ഉണ്ടാവണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്താണ് ഓട്ടോ ട്രിഗർ മെക്കാനിസം? ഒരു രാജ്യത്ത് നിന്ന് പ്രൊഡക്ട്സ് ഒരു ത്രഷോൾഡിനെക്കാട്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി താരിഫ് റേസ് ചെയ്യണം ആ രാജ്യത്തു നിന്നുള്ള ഇങ്ങോട്ടുള്ളേക്ക് ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട്. ദാറ്റ് ഈസ് ഓട്ടോ ട്രിഗർ മെക്കാനിസം. അത് നടത്തിയെടുക്കാൻ സാധിച്ചില്ല. സോ ഇന്ത്യ വാസ് അൺഎബിൾ ടു എൻഷുർ കൗണ്ടർ മെഷേഴ്സ് ലൈക്ക് ഓട്ടോ ട്രിഗർ മെക്കാനിസം to raise tariff on the products when their imports crossed a certain threshold. And the next reason is India also wanted RCEP to exclude a MFN obligation from the investment chapter. So what is MFN? Most favored nation. Most favored nation എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ രാജ്യങ്ങളെയും ട്രേഡിൽ ഒരുപോലെ കാണുക. ഒരു രാജ്യമായിട്ട് സപ്പോസ് താരിഫ് ഈസ് 10%, വേറൊരു രാജ്യമായിട്ടും ആ സെയിം പ്രൊഡക്റ്റിൻ്റെ താരിഫ് 10% തന്നെ ആയിരിക്കണം. അല്ലാതെ രാജ്യങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ടാക്സ് ലെവല് മാറ്റി മാറ്റി കൊണ്ടുവരാൻ പാടില്ല. സോ എല്ലാ രാജ്യങ്ങളെയും ട്രേഡ് സമയത്ത്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സമയത്ത്, ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രേഡിൽ ഒരേപോലെ കാണുക. ദാറ്റ് ഈസ് MFN. ഇന്ത്യ പറയുന്നത് ഈ RCEP സൈൻ ചെയ്യാം, പക്ഷേ ചൈനയുമായിട്ട് ബോർഡർ ഇഷ്യൂസ് ഉള്ള സമയത്ത് RCEP സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ബാക്കിയുള്ള രാജ്യങ്ങളെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ചൈനയും കാണാൻ സാധിക്കത്തില്ല. കാരണം ഇഷ്യൂ നടക്കുന്നുണ്ട്, ബോർഡർ ക്ലാഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ MFN സ്റ്റാറ്റസ് ചൈനയ്ക്ക് കൊടുക്കുന്നതിൽ ഇന്ത്യക്ക് താല്പര്യമില്ല. സോ ഇന്ത്യ വാണ്ടഡ് RCEP ടു എക്സ്ക്ലൂഡ് ദ MFN ക്ലോസ് അണ്ടർ ദ ഇൻവെസ്റ്റ്മെന്റ് ചാപ്റ്റർ. സോ അതും നടന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യ ഹാസ് വിഡ്രോൺ ഫ്രം RCEP. ഇനി ഇന്ത്യ മുന്നോട്ടേക്ക് ശ്രമിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ RCEP എഗ്രി ചെയ്യുവാണെങ്കിൽ ഇന്ത്യ ഈസ് റെഡി ടു സൈൻ റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ്. സോ ഫ്രീ ട്രേഡ് ബ്ലോക്കിൽ ഇപ്പോൾ ഇന്ത്യയില്ല. ഇനിയിപ്പം ഇന്ത്യക്ക് വേറൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ പല രാജ്യങ്ങളുമായിട്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെ ഇന്ത്യക്ക് ട്രേഡ് നന്നായിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യുക, അത് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കുക. ഉദാഹരണത്തിന് ഇന്ത്യ സിംഗപ്പൂർ ട്രേഡ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ബൈലാറ്ററൽ എഗ്രിമെന്റ് ഇന്ത്യ സിംഗപ്പൂർ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യ വിയറ്റ്നാം, ഇന്ത്യ തായ്ലൻഡ്, ഇന്ത്യ ഓസ്ട്രേലിയ, ഇങ്ങനെ ബൈലാറ്ററൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലോസ്ഡ് ഗ്രൂപ്പിങ്ങിൽ ട്രേഡ് ഡീൽ ഡെവലപ്പ് ചെയ്യാമെങ്കിൽ ഇന്ത്യക്ക് ബെറ്റർ ആയിരിക്കും. സോ റിമെമ്പർ ദീസ് മച്ച് പോയിന്റ്സ് അബൌട്ട് റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ്.